ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയ വ്ളോഗായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് നേരെ മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം എന്ന സ്ഥലത്തുള്ള ആദവനാട് കുളത്തോൾ ഭാഗത്തുള്ള കൈത്തിരിക്കോവിൽ മഹാദേവ ശിവക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങിയതേ യാത്ര തിരിച്ചിട്ടുണ്ട്. ഇതേ പിള്ളേരൊക്കെ രാവിലെ നേരത്തെ എണീറ്റ് കാരണം ഉറക്കച്ചടപ്പ് മാറിയിട്ടില്ല. അങ്ങനെ നമ്മളിതാ കുറ്റിപ്പുറം എത്തിയിട്ടുണ്ട്. കുറ്റിപ്പുറം ഇതാ പാലത്തിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ കണ്ട കുറ്റിപ്പുറം ആവില്ലേ, ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ കാണാം കേട്ടോ. അതാ കാണുന്നതാണ് ശിവൻ്റെ അമ്പലം, മല്ലൂർ ശിവക്ഷേത്രമാണത്. പിന്നെ ഇതാ നല്ല പാലത്തിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ നമ്മളിതാ കുറ്റിപ്പുറം പാലത്തിലേക്ക് കടക്കുകയാണ്. ഈ പാലത്തിൻ്റെ പ്രത്യേകത അറിയാലോ, നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ പാലത്തിന്. ഏകദേശം 1953 തോന്നുന്നു ഈ പാലം നിർമ്മിച്ചത്. നമ്മുടെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ്. അപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതേക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ കുറ്റിപ്പുറം പാലം. പിന്നെ അതാ പുഴ ഏതാ നിറഞ്ഞിരിക്കുന്നു. നല്ലോണം മഴ പെയ്യുന്നത് കാരണം തന്നെ രണ്ട് ഭാഗവും മുട്ടി നിൽക്കുകയാണ്. അപ്പോൾ പാലത്തിൻ്റെ പണിയൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നല്ല മഴക്കാറുണ്ട്. നമ്മൾ മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യും എന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വന്ന് ചെമ്പിക്കലെത്തിയിട്ടുണ്ട്. ചെമ്പിക്കലെത്തിയത് പുഴയൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുക കേട്ടോ. ഇങ്ങനെ ചുറ്റുഭാഗം കടകളുണ്ട്. ഇതൊക്കെ വൈകുന്നേരം തുറക്കണ കടകളാട്ടോ. വൈകുന്നേരത്തെ ചായക്കടകളാണ്. ചായ, പഴംപൊരി, സമൂസ അങ്ങനെയുള്ള കലാപരിപാടികളാണ് വൈകുന്നേരത്ത് ഉണ്ടാവുക. അപ്പം നമ്മൾ ചെമ്പിക്കലിൽ കൂടെ ഇങ്ങനെ കടന്നതാ ചെമ്പിക്കലിൻ്റെ മെയിൻ ഭാഗമായ ഗേറ്റ് അടവിലേക്ക് തിരിയാണ്. എൻ്റെ സ്വന്തം നാട്ടിലെ അമ്പലത്തിലേക്കാണ് പോണത്. വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇത്ര കാലം അവിടെ ഉണ്ടായിട്ട് ഞാൻ ഇതുവരെ ആ അമ്പലത്തേക്ക് പോയിട്ടില്ല എന്നുള്ള വലിയൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അത് ഗേറ്റ് അടവാണ് കേട്ടോ. ട്രെയിനിൽ പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് അമ്പലത്തിലെത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇങ്ങോട്ട് വരാത്ത കാരണം വണ്ടി നമ്മൾ റോഡ് സൈഡിലിട്ടിട്ട് നടക്കുകയാണ്. പാറയുടെ മേലിലൂടെ പോണ കാരണം തന്നെ പാറകളൊക്കെ നല്ല വഴുക്കലുണ്ട്. മഴ പെയ്ത് നല്ല വഴുക്കലുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് അമ്പലത്തിലേക്കുള്ള വഴി. അപ്പോൾ ഞങ്ങളിങ്ങനെ ശ്രദ്ധിച്ചാണ് ഇറങ്ങി പോകുന്നത്. നല്ലോണം വഴുക്കലുണ്ട്. അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ ഗുഹാക്ഷേത്രം. ഈ ഗുഹാക്ഷേത്രത്തിന് വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, 5000 വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ചുറ്റുപാടും ഗുഹ എന്ന് പറഞ്ഞാൽ പാറകളാണ് ചുറ്റുഭാഗവും. അപ്പോൾ നമ്മളിത് ക്ഷേത്രത്തിൻ്റെ പിൻവശത്ത് എത്തിയിട്ടുള്ളത്. ഇതാണ് അമ്പലത്തിൻ്റെ ഒരു ചുറ്റുപാടെന്ന് പറയുന്നത്. കുറച്ച് കാലമായിട്ടുള്ളൂ ഇവിടെ ആരാധനകളൊക്കെ തുടങ്ങിയിട്ട്. കുറേ കാലമായിട്ട് ഇവിടെ ആരാധനകളൊന്നുമില്ലാതെ ഇപ്പോൾ നാട്ടുകാരാണ് നമ്മുടെ അമ്പലം നടത്തിക്കൊണ്ട് പോണത്. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും ഞങ്ങൾ ചെല്ലുമ്പോൾ 2-3 പേരുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ. നമുക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഈ അമ്പലത്തിലേക്ക് വരുന്നത്. എൻ്റെ സ്വന്തം നാട്ടിലുള്ള അമ്പലമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതേക്കുറിച്ചിട്ട് ഒരു അറിവോ ഒന്നുമില്ല കേട്ടോ. ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിനകത്ത് കയറി പ്രാർത്ഥിച്ചു. കാണുമ്പോൾ തന്നെ ഒരുപാട് വർഷം പഴക്കമുള്ളതായിട്ടാണ് തോന്നുന്നത് അമ്പലമാണ്. ഇതായി രണ്ട്
ക്ഷേത്രങ്ങളും പാറക്കെട്ടിൻ്റെ ഉള്ളിലാണ്. ആ കാണുന്ന വലിയ പാറയുടെ താഴെ ഒരു ചെറിയ പാറയുണ്ട്. ആ പാറയുടെ മീതെ ശിവൻ്റെ കാൽപാദം പതിഞ്ഞു എന്നുള്ളൊരു ഐതിഹ്യം കൂടി ഉണ്ട്. പിന്നെ ക്ഷേത്രക്കുളമുണ്ട്. ഈ ക്ഷേത്രക്കുളത്തിന് വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു വേനൽക്കാലത്തും ഇവിടുത്തെ വെള്ളം വറ്റാറില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഞങ്ങളിവിടെ തൊഴുതിറങ്ങി വഴിപാടെല്ലാം കഴിച്ചു നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തിറങ്ങി നമ്മുടെ പുറത്ത് 2 പ്രതിഷ്ഠകളുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതാ പ്രസാദം മേടിച്ച് ഞങ്ങൾ തൊഴുതിറങ്ങി പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഒരു പ്രതിഷ്ഠ എന്ന് വെച്ചാൽ ഒരു പാറയുടെ മേലെയാണ് ഇരിക്കുന്നത്. ഭഗവതിയുടെ പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്. ഇവിടെ ഭഗവതി, മഹാദേവൻ, വിഷ്ണു, സുബ്രഹ്മണ്യ, അയ്യപ്പൻ, ഗണപതി ഇത്തരം പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത്. മഴ പെയ്യുന്നതുകൊണ്ട് നല്ല വഴുക്കലുള്ള കാരണം കയറ് കെട്ടിയിട്ടാണ് നമ്മൾ മേലേക്ക് കയറിപ്പോയത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, കയറ് കെട്ടിയിട്ട് മേലേക്ക് കയറി പോണത്. അപ്പോൾ ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നതും. അപ്പോൾ ഇത്തരം ക്ഷേത്രങ്ങളൊന്നും കാണാറില്ല, അതാണ് സത്യം. ഇത്തരം പഴക്കം ചെന്ന ക്ഷേത്രങ്ങളൊക്കെ വളരെ അപൂർവമായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ തൊഴുത് ഇറങ്ങി ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോകുന്നു. നമ്മൾ കാറിൻ്റെ അടുത്തെത്താണ്. കാറിലെത്തി ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തിരിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.